ചെറിയൊരബദ്ധം പറ്റി. ഇതിപ്പോ മല്ലിപ്പൊടിയല്ലേ? അതെ, മല്ലിപ്പൊടിയല്ലേ ചോദിച്ചത്? മല്ലിപ്പൊടി ഇല്ലാത്ത വീടില്ലല്ലോ. അല്ല, മല്ലിപ്പൊടിയാ ചോദിച്ചൂടെ? ചോദിച്ചത് മല്ലിപ്പൊടിയാണ്, പക്ഷെ മഞ്ഞപ്പൊടിയാ വേണ്ടത്. ഇത് മഞ്ഞപ്പൊടി എടുത്തു കൊടുത്ത. അല്ല, മഞ്ഞപ്പൊടി ഇല്ല. മഞ്ഞപ്പൊടി കഴിഞ്ഞിരിക്കല്ലേ? ഇന്നലെ കൊണ്ടുവന്നില്ല, അതിന് എടുത്തോൾക്ക്. ഇന്നലെ എവിടുന്ന് കൊണ്ടുവന്ന്? എന്താ പറഞ്ഞത്? ഇന്നലെ മഞ്ഞപ്പൊടി മേടിച്ചോണ്ടുണ്ട്, അത് എടുത്തു കൊടുക്കാതെ. നിങ്ങൾ എന്താ പറയണ? ഒരാഴ്ച കഴിഞ്ഞാൽ അങ്ങടെ പിന്നാലെ നടക്കണ് മഞ്ഞപ്പൊടി ഇല്ല മഞ്ഞപ്പൊടി ഇല്ലാന്ന്. നിങ്ങൾ വാങ്ങിയിട്ടില്ലല്ലോ. അജ്ജ് പറഞ്ഞൊക്കെ ശരിയാണ്. നമ്മള് 4-5 ദിവസമായിട്ട് എന്നോട് സാധനം മേടിക്കാൻ മറക്കും. ഇന്നലെ ഞാൻ അത് കഴിഞ്ഞിട്ട് സാധനങ്ങൾ മേടിച്ചോണ്ടെന്ന് മേടിച്ചോണ്ടെന്നിട്ട് അതിലിരിക്കണ്ട്, അത് ഇങ്ങോട്ട് എടുത്തു കൊടുക്കുക. നിങ്ങള് വാങ്ങിയിട്ടില്ല. എന്തെന്നാ ഈ രജാലിനോട് ഞാൻ പറയാം? അതല്ല അല്ല വാസുട്ടിയെ, സാധനം ഇവിടെ ഇരിക്കണ്ടേ. അല്ലാണ്ടാച്ചാ പോട്ടെ, സാധനം ഇവിടെ ഇരിക്കണ്ട. ഓൾക്ക് അറിയാണ്ടാണ് ഇത് അടുത്തോണ്ട്. അപ്പൊ അതൊന്നും നോക്കിയിട്ടും കൂടി ഇല്ല. എനിക്ക് ദേഷ്യം വരെ. നിങ്ങൾ ഇന്നലെ ഒന്നും വാങ്ങി വന്നിട്ടില്ല ഇവിടെ. അല്ല, എന്തിന് പനക്ക് ദേഷ്യം പറഞ്ഞാൽ ഞാൻ മേടിച്ചോണ്ടെന്ന മുതൽ ഇങ്ങോട്ട് എടുത്തോണ്ടാനായിട്ട് അങ്ങോട്ട് എടുത്തോണ്ടാച്ചേ. ഒന്ന് പോയി കാണുന്നു. നിങ്ങളൊന്നും വാങ്ങി വന്നിട്ടില്ല. എന്താ ഈ പെണ്ണ് പറഞ്ഞത്? മഞ്ഞപ്പൊടിയുടെ കേസല്ലേ? വേണ്ട. ഇല്ല വാസുട്ടിയ, മഞ്ഞപ്പൊടി എന്നുള്ളല്ല മേടിച്ചോണ്ടെന്ന് അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊന്ന് ആലോചിച്ചൊക്കെ, ഒരു വീട്ടില് സാധനങ്ങൾ മേടിച്ചോണ്ടെന്ന് അറിഞ്ഞിട്ടല്ലേ അവള്. അതിലൊക്കെ ഇടങ്ങണ്. ഞാൻ മേടിച്ചോണ്ടെന്ന സാധനത്തിന് മഞ്ഞപ്പൊടി ഇരിക്കണ്ട, അത് എടുത്തോണ്ട. നിങ്ങൾ എന്താ പറയണേ? എന്റെ വാസേട്ടാ, മൂപ്പരിക്ക് മറവിയാണ്. ഞാൻ ഒരാഴ്ചയായിട്ട് പറയണ മഞ്ഞപ്പൊടി താന്ന് കൊണ്ടുവന്നോ? എന്തെന്നാ ഈ ഹലാക്കിനോട് ഞാൻ ഇപ്പൊ പറഞ്ഞു? മഞ്ഞപ്പൊടി ഏടി, ഇന്നലെ ഇജ്ജ് കുളിക്കാൻ നിക്കണ നേരത്ത് ഞാൻ വന്ന് സാധനങ്ങൾ വെക്കുമ്പോ എവിടെ ചോദിച്ചപ്പോ ഞാൻ കുളിക്കാണ് ഒക്കെ ഓർമ്മ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ സാധനങ്ങൾ ഇതാ ഈ ചെമ്പിൽ വെച്ചിട്ടുണ്ട് ഇട്ടോന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, എന്നാ ശരിയെന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ ഇല്ലാന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവണേ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്തെന്നാ പറഞ്ഞ ഞാൻ പറഞ്ഞേ? അല്ല, മഞ്ഞപ്പൊടിയുടെ കേസല്ല ഇത്. പിന്നെ പൊട്ടനാക്കല്ലേ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവണം? ഞാൻ മേടിച്ചോണ്ടെന്ന പോതില് അത് ശരിയാവില്ലല്ലോ. മഞ്ഞപ്പൊടി ഒന്നും ഇല്ലേ? മൂപ്പര് എപ്പോഴും മറക്കാണ്. അതെ, ഇജിന്നെ വെറുതെ പൊട്ടനാക്കല്ലോ കേട്ടോ. ഞാൻ ഇപ്പൊ പറയണ എന്താ വെച്ചാ, ഞാൻ മേടിച്ചോണ്ടെന്ന മുതലെവിടെ അയച്ചു കണ്ടോ? കണ്ടോ? അല്ല, നിങ്ങൾക്ക് എന്താണ് 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 മേടിച്ചോണ്ടെന്ന സാധനം കണ്ടോ? ഇല്ല. എന്താ നോക്കാൻ? അതിന്റെ അല്ല ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ച് കേൾക്കണം. മഞ്ഞപ്പൊടി ഇല്ലാണ്ട് കൂട്ടാൻ വെച്ചാൽ അത് ശരിയായിരിക്കും. പക്ഷെ ഇപ്പൊ ഞാൻ ഇവിടെ പൊട്ടനാവുക. അതൊന്ന് തെളിയിച്ചിട്ട് ഇനിയിപ്പോ അതെന്തൊക്കെ പറഞ്ഞാൽ, ഓളുടെ കുഞ്ഞുമ്മാടെ മോള് ഇന്നലെ വന്ന് ഇവിടെ വന്നിട്ട് കല്യാണത്തിന് ഓണം എന്ന് പറഞ്ഞ പണ്ടാർന്ന സ്വർണ്ണൊക്കെ അങ്ങോട്ട് ഊരി കൊടുത്ത്. ഇന്റെ പരിചയത്തിൽ ഒരാൾ വന്ന് ഇത്തിരി മഞ്ഞപ്പൊടി ചോദിച്ചപ്പോ എനിക്ക് കൊടുക്കാൻ ഞങ്ങളോട് ചോദിക്കണേ, സ്വർണ്ണ ഊരി കൊടുക്കണേ. ഞാൻ ഇപ്പോഴും മഞ്ഞപ്പൊടി ചോദിച്ചാൽ കൊടുക്കാതിരിക്കോ ഇല്ലയോ എന്നുള്ളതല്ല, ഇതിപ്പോ ഇക്ക് ഓർമ്മ ശക്തി ഇല്ല എന്നുള്ള നിലക്കായിട്ട് ഈ മഞ്ഞപ്പൊടി കൊണ്ട് എന്തൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു, ഒന്നും നടന്നിട്ടില്ല. ഇനി അത് കിട്ടിയിട്ട് പോയാൽ മതി. അങ്ങനെ അത് ശരി, അങ്ങനെ വിട്ടാൻ പറ്റുമോ? ഞാൻ മേടിച്ചോണ്ടെന്നൊരു മുതൽ അവിടെ ഇല്ലാന്ന് അങ്ങോട്ട് വാദിച്ചാല് കൊണ്ടുവന്നിട്ടില്ല എനിക്ക് പറയാം. കൊണ്ടുവന്നിട്ടില്ലാന്ന് മാത്രം എനിക്ക് പറയാം. ഞാൻ മേടിച്ചോണ്ടെന്ന മുതൽ കൊണ്ടുവന്നിട്ടില്ലാന്ന് പറഞ്ഞത് എന്ത് ഈ അങ്ങനെ കാണിച്ച് കണ്ടു വെച്ചെങ്കിൽ ഇപ്പൊ ഇത് പറയോ? എന്നോട് പറയാതെ അതെ, കണ്ടിട്ടില്ല എന്ന് പറയും. അല്ലാണ്ട് ഞാൻ കൊണ്ടുവന്നിട്ടില്ല എന്നല്ല പറയാ. അയക്ക് മനസ്സിലാക്കി. ഞാൻ ഒരു മുതല് മേടിച്ച് കൊണ്ടുവന്നത് ഈ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയാണ്. എന്ത് എന്ത് അല്ലല്ല ഇന്റെ ഭ്രാന്തനക്ക് അറിയാലോ ഇന്ന് ചൂടാക്കാനുള്ള പരിപാടിയാണ്. മനസ്സിലാവുണ്ടോ? അല്ല പറയണ്ടല്ലേ, ഈ സാധനം മേടിച്ചിട്ട് പോയാൽ മതി. ഇവിടെ മേടിച്ചിട്ട് പോയാൽ മതി. എന്തേ എനിക്കറിയാലോ, ഞാൻ കൊണ്ടുവന്ന് വെച്ചാൽ മുതൽ എടുത്തോണ്ട് എനിക്കറിയാം. എന്റെ സഹായം വേണ്ട. കൊണ്ടാ ഇവിടെ അത് ശരി. അങ്ങനെ ഉണ്ട് ഒരു കാര്യം. ഇനി മുതലാ ഉണ്ടെങ്കിൽ അത് ചവിട്ടി കുടിക്കാൻ നോക്കി. ഞാൻ വരാം. ഉണ്ടങ്ങ് തരുമല്ലേ അങ്ങ് പോകണ്ട വിചാരിക്കും. മഞ്ഞപ്പൊടി കൊണ്ട് പോയിട്ടില്ല. നോക്കട്ടെ, ഇത് നോക്ക് വാസുട്ടേ. ഇത് നോക്കോ, ഓള് പറഞ്ഞിട്ട് സകല സാധനങ്ങളും മേടിച്ചോണ്ട് തന്നെയാണ്. പതുക്കെ തന്നെ പറഞ്ഞേ. ഓള് പറഞ്ഞ സാധനങ്ങളാണ് ഓരോന്ന് കാണിച്ചു കൊടുക്കേ.
ഇന്നലെ കംപ്ലീറ്റ് സാധനങ്ങൾ വെച്ചോണ്ടാ ആ സാധനങ്ങൾ നോക്കിയിട്ട് കൂടിയില്ല. എന്നിട്ടാണ് പറഞ്ഞത് എനിക്ക് തെറ്റുവെച്ചാണ് ഈ ഓർമ്മ ശക്തി ഇല്ലാന്ന്. അപ്പൊ എന്താ പറയണ്ടായി? അത് പറയും. അത് എടുക്ക് നോക്കി കണ്ട് എടുക്ക്. സാധനങ്ങൾ എടുത്ത് കാണിച്ചു കൊടുക്ക്. എടുത്ത് കാണിച്ചോ കണ്ട് എടുക്കാൻ. അല്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാവേ അതെന്ന് പറയട്ടെ. ഇതെന്താണ്? ഉലുവ എടുക്ക്. ആ തേയില മഞ്ഞപ്പൊടി എടുക്ക്. തേയില തന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ പറഞ്ഞു. ശർക്കര എന്ത് മഞ്ഞപ്പൊടിയോടെ എന്താ പറഞ്ഞ ഇന്നലെ ഇതെന്താണ്? അതെ ഇത് മല്ലി പഞ്ചസാര ഇതെന്താണ്? മുളക് പൊടി അതെ ഇതെന്താണ്? തേയില ഒന്നുമില്ല. ശർക്കര ഉലുവ മഞ്ഞപ്പൊടി എവിടെ? മഞ്ഞപ്പൊടിയോ എവിടെ? മഞ്ഞപ്പൊടി എവിടെ? വാസയുടെ ചോദിക്കുന്നത് മഞ്ഞപ്പൊടി എവിടെ? ഇത്ര നേരം ഇവിടെ എന്തായിരുന്നു? അല്ല ഓളുന്ന മല്ലിപ്പൊടി പറഞ്ഞിണ്ടാവും എന്നോട്. നിങ്ങൾ കേട്ടതല്ലേ ഒരാഴ്ചയായിട്ട് ഞാൻ മഞ്ഞപ്പൊടി എന്നാണ് മൂപ്പരോട് പറഞ്ഞോണ്ടിരിക്കണേ. എവിടെ മഞ്ഞപ്പൊടി? എവിടെ? നിങ്ങൾ എടുക്കേ വാങ്ങി പറഞ്ഞല്ലേ നീ? അല്ല എന്താ വാങ്ങിയേക്കണ? മല്ലിപ്പൊടിയാ വാങ്ങിയേക്കണത്. മഞ്ഞപ്പൊടിയാ വാങ്ങി പറഞ്ഞില്ല നീ? ഓള് പറഞ്ഞു തെറ്റിണ്ടാവുന്നേ. ഞാൻ പറഞ്ഞ തെറ്റിയതൊന്നല്ല. നിങ്ങളോട് ഞാൻ ഒരാഴ്ചയായിട്ട് മഞ്ഞപ്പൊടി എന്ന് പറഞ്ഞതാ. മല്ലിപ്പൊടി ഉള്ളപ്പോ ഇവിടെ നിങ്ങൾക്ക് തെറ്റിയല്ലോ. എന്താ ചെയ്യാ? നിങ്ങൾക്ക് തെറ്റിയല്ലോ. മല്ലിപ്പൊടിയാ വാങ്ങി മഞ്ഞപ്പൊടിയാ വാങ്ങിയത്. മല്ലിപ്പൊടി അപ്പൊ ഇവിടെ ഉള്ളത്. മഞ്ഞപ്പൊടി ഇല്ല. അപ്പൊ തോറ്റല്ലോ. നിങ്ങള് എന്ത് നോക്കണ? സ്കൂളിൽ പഠിക്കാൻ നിങ്ങൾക്ക് തെറ്റിയല്ലോ. തെറ്റിണ്ടാവും. മഞ്ഞപ്പൊടി പറഞ്ഞിട്ട് മല്ലിപ്പൊടി കൊണ്ടുവന്ന് തെറ്റി. അല്ല അതല്ലെങ്കിലും അങ്ങനെയാണ്. നിങ്ങൾ രണ്ടാളും എന്ത് ചെയ്താലും അത് തല തിരിച്ചേ ചെയ്യുള്ളൂ. ഇപ്പൊ തന്നെ ഇന്ന് രാവിലെ ആ അണ്ടർവെയറും കൊണ്ടുവന്ന കേസ് വേണ്ട. നിങ്ങളോട് മല്ലിക എന്ത് വാങ്ങാനാ പറഞ്ഞേ? എന്നോട് മഞ്ഞപ്പൊടി. എന്നിട്ട് എന്താന്ന് ചോദിച്ചു? മല്ലിപ്പൊടി. അതന്നെയാണ് ഇവിടുത്തെ കേസ്. ഒരാഴ്ചയായിട്ട് ഞാൻ മൂപ്പരോട് പറയാണ് മഞ്ഞപ്പൊടി എന്ന്. എന്നിട്ട് എന്താ വാങ്ങിക്കൊണ്ട് വന്നേ? മല്ലിപ്പൊടി തന്നെ. അതന്നെ. നിങ്ങളൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. നിങ്ങൾ ഇങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്താണ് നിങ്ങളുടെ മുലപ്പാലിന്റെ ഗുണം? ചിരിയുടെ തരികിട മേളം